ഹലോ, വെൽക്കം. ഇന്നും പതിവ് പോലെ തന്നെ ഒരു പുതിയ പുസ്തകം പരിചയപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തക പരിചയം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ്സിനെ കുറിച്ച് വറി ചെയ്യുന്ന ആളാണോ? നിങ്ങളുടെ ഏതെങ്കിലും മേഖലയിലെ വീക്ക്നെസ് അല്ലെങ്കിൽ ബലഹീനതയെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി വറി ചെയ്യുന്ന ആളാണോ? ആ ബലഹീനത കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, ഈ ബലഹീനത എൻ്റെ ജീവിതത്തെ വല്ലാതെ അവതാളത്തിലാക്കും തുടങ്ങിയ വിഷയങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണോ? എങ്കിൽ തീർച്ചയായും പുസ്തകം വായിക്കുക. അതല്ല, നിങ്ങളൊരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന ആളാണ്, ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഓണറോ ഒരു ടീം ലീഡറോ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങളുടെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ സഹായിക്കുമെന്ന് ഈ പുസ്തകം നൽകുന്ന പെർസ്പെക്റ്റീവ് വളരെ വലുതായിട്ടുള്ള കാര്യമാണ്. നൗ ഡിസ്കവർ യുവർ സ്ട്രെങ്ത്. നൗ ഡിസ്കവർ യുവർ സ്ട്രെങ്ത്. ഇപ്പോൾ, ഇന്ന് നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയുക. മാർക്കസ് ബർമിംഗ്ഹാം എഴുതിയ പുസ്തകമാണ്. വളരെ നല്ലൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചത്. അപ്പോൾ പുസ്തകത്തിന്റെ സബ് ടൈറ്റിൽ അല്ലെങ്കിൽ ടാഗ്ലൈൻ എന്ന് പറയുന്നത് ഹൗ ടു ഡെവലപ്പ് യുവർ ടാലന്റ് ആൻഡ് ദോസ് ഓഫ് ദ പീപ്പിൾ യു മാനേജ്. നിങ്ങളുടെ ശക്തിയെയും നിങ്ങളുടെ ടാലന്റിനെയും എങ്ങനെ വളർത്താം, ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ടീമിനെ, നിങ്ങളുടെ ഓർഗനൈസേഷനെ, നിങ്ങൾ നയിക്കുന്ന ടീമിനെ മാനേജ് ചെയ്യാം, അതിന് തീർച്ചയായും പുസ്തകത്തിലെ ചിന്തകൾ ഉപകരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾ വ്യക്തിപരമായി ഒന്നുകൂടി ഞാൻ ചോദ്യം ചോദിക്കുന്നു, നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ച് നാം വറി ചെയ്യുന്നുണ്ടോ? പല വീക്ക്നെസ് ഉള്ള ആളുകളായിരിക്കാം. അത് ശാരീരികമായും മാനസികമായും സ്കില്ല് പരമായും എല്ലാം. മേ ബി പബ്ലിക് സ്പീച്ചിങ്ങിന് കഴിയില്ലാത്ത ആൾ, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ അന്തർമുഖനാണ് അല്ലെങ്കിൽ ബഹിർമുഖനാണ്, അല്ലെങ്കിൽ എനിക്ക് എല്ലാവരുമായിട്ട് നന്നായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല, നന്നായി കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ധാരാളം മേഖലയിൽ ഞാൻ നല്ലതല്ല, അതുകൊണ്ട് അത് നന്നാക്കണം 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 എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടോ? പലപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള പലപ്പോഴും പല ഓർഗനൈസേഷനും വ്യക്തികളും എല്ലാം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വീക്ക്നെസ് കണ്ടെത്തി അത് നന്നാക്കാൻ ശ്രമിക്കുക. വീക്ക്നെസ് ഡെവലപ്പ് ചെയ്ത് അത് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നെല്ലാം പരമ്പരാഗതമായി പറയുന്ന പല ആളുകളും പല വ്യക്തികളും മോട്ടിവേഷൻ സ്പീക്കേഴ്സും എല്ലാം ഉണ്ട്. പക്ഷേ ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത് അതിന് വിരുദ്ധമായൊരു കാര്യമാണ്. പുസ്തകം മാത്രമല്ല, ഒട്ടനവധി ഈ കാലഘട്ടങ്ങളിലെ നല്ല പുസ്തകങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ വീക്ക്നെസ്സിന്റെ പുറകെ പോകാതിരിക്കുക, നമ്മുടെ ബലഹീനതകളുടെ പുറകെ പോകാതിരിക്കുക, നമ്മുടെ ശക്തിയെ കണ്ടെത്തുക. ദ ജൈന്റ് വിത്തിൻ യു എന്നൊരു പുസ്തകം തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ശക്തിയെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ, അതിനെ വളർത്താൻ, അതിൻ്റെ ശക്തിയുടെ മുഴുവൻ ലിവറേജ് എടുത്തുകൊണ്ട് വളരുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ചിന്തിക്കേണ്ടത്. നൗ ഡിസ്കവർ യുവർ സ്ട്രെങ്ത്. പക്ഷെ അതിന് മുമ്പ് ഒരു ചോദ്യമുണ്ട്: നിങ്ങളെ വീക്ക്നെസ് നിങ്ങൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമായിരിക്കും. നന്നായി സംസാരിക്കാൻ കഴിയുന്നില്ല, ഞാൻ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല, സോഷ്യൽ സ്കിൽസ് ഇല്ല, ഇൻട്രോവേർട്ടാണ്, നന്നായി എഴുതാൻ സാധിക്കുന്നില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ കുറെ വീക്ക്നെസ് പെട്ടെന്ന് 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 നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ സാധിക്കും. ഒരു പേപ്പർ എടുക്കുക, ഈ എക്സസൈസ് ചെയ്ത് നോക്കുക, എഴുതി നോക്കുക, ഞാൻ എൻ്റെ കഴിവ് എന്താണ്, എൻ്റെ സ്ട്രെങ്ത് ഏതെല്ലാമാണെന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം പറയുന്ന കാര്യമാണ് ഫോക്കസ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. എൻ്റെ മേഖല ഏതാത് കണ്ടെത്തി അത് വളർത്തുവാൻ ശ്രമിക്കുക എന്നുള്ള ആശയം. അപ്പോൾ സ്ട്രെങ്ത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? വീക്ക്നെസ് ധാരാളം ഉണ്ടാകാം, എന്നാൽ സ്ട്രെങ്ത്തിനെ കണ്ടെത്തി അതിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് മാർക്കസ് ബക്കിംഗ്ഹാം ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ നാച്ചുറൽ ടാലന്റും ഉണ്ട്, ലേൺഡ് ടാലന്റും ഉണ്ട്. നാച്ചുറൽ ടാലന്റ് എന്ന് പറയുമ്പോൾ വളരെ ജന്മനായ നമുക്കുള്ള കുറെ ടാലന്റുകളാണ്, സ്വസിദ്ധമായ വാസന എന്നെല്ലാം പറയും. അത് ലേൺഡ് സ്കിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാത്ത, അല്ലെങ്കിൽ നാം ജനിച്ചപ്പോൾ ഇല്ലാത്ത പല സ്കില്ലുകൾ, എസ്പെഷ്യലി ടെക്നോളജി സ്കില്ലുകൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്കില്ലുകളൊക്കെ നാം അക്വയർ ചെയ്യുന്നതാണ്. നമ്മുടെ പ്രൊഫഷന് വേണ്ട കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്കില്ലുകളൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള സ്കില്ലുകൾ അല്ലെങ്കിൽ ടാലന്റ് ഉണ്ട്. നാച്ചുറൽ ടാലന്റും ലേൺഡ് ആയിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്ന സ്കില്ലുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ തീർച്ചയായും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ടാലന്റ് ഏതാണോ അതാണ് നാച്ചുറൽ ടാലന്റ് എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ആ മേഖലയിൽ അക്വയർ ചെയ്യാൻ, മേഖലയിൽ വിജയിക്കാൻ ആവശ്യമായ സ്കില്ലുകൾ അക്വയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. വർക്ക് ഓൺ സ്ട്രെങ്ത് ആൻഡ് ഡോണ്ട് ബോദർ ടു മച്ച് ഓൺ എ വീക്ക്നെസ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പൊ ഗാലപ്പ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നടത്തിയ സ്റ്റഡിയും അതിലൂടെ കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളെല്ലാം പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ധാരാളം എക്സ്പീരിയൻസസും സ്റ്റോറീസും എല്ലാം പുസ്തകത്തിൽ പറയുന്നുണ്ട്. പല ഓർഗനൈസേഷൻ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരണം പല ഓർഗനൈസേഷനും എംപ്ലോയീസിന്റെ വീക്ക്നെസ് കണ്ടെത്തി ആ വീക്ക്നെസ് നന്നാക്കാനായി ട്രെയിനിങ്ങിന് വിടുന്നു, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു, കുറെ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഗാലപ്പിന്റെ സ്റ്റഡി പറയുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ ഗാലപ്പിന്റെ സ്റ്റഡിയിൽ ഒരു ഓർഗനൈസേഷന് വേണം 34 ടൈപ്പ് ഓഫ് ടാലന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. 34 ടൈപ്സ് ഓഫ് ടാലന്റ്. ഒരു ഓർഗനൈസേഷന് വേണ്ടത് ഈ ടാലന്റുകളാണ്. ഒരു ഓർഗനൈസേഷൻ ലീഡർ തന്നെ കണ്ടുപിടിക്കേണ്ടത് ഈ ടാലന്റുകളുടെ ഏതാണെന്നും എൻ്റെ ഓർഗനൈസേഷൻ ഏത് ടാലന്റാണ് വേണ്ടതെന്നും അതിനു വേണ്ടി ആളുകളെ സജ്ജമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ
നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗാലപ്പിന്റെ ഓൺലൈൻ ഒരു ടൂൾ ഉണ്ട്. നമ്മുടെ ടാലന്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടൂൾ ഉണ്ട്. ആ ടൂളിൽ പോയി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സ്ട്രെങ്ത് ഏതാണെന്നുള്ളത്. 34 ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്കിൽസ് അല്ലെങ്കിൽ ടാലൻസ് ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ടോപ്പ് 5 സ്ട്രെങ്സ് നമുക്ക് കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. 34 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ടോപ്പ് ആയിട്ടുള്ള 5 സ്ട്രെങ്ത് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ അത് പലതുണ്ട്. അച്ചീവേഴ്സ് ഉണ്ട്, ലേണർ ഉണ്ട്, സ്ട്രാറ്റജിക് ഉണ്ട്, എംപത്തി ഉണ്ട്, കമാൻഡിങ് ഉണ്ട്. ഇതെല്ലാം അങ്ങനെ ഒരു 34 ടൈപ്പ് ഓഫ് ടാലന്റുകൾ ഉണ്ട്. അതിനകത്ത് 5 സ്കില്ലുകൾ നമ്മൾ ഡൊമിനന്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ളതാണെന്ന് കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് അവയർനെസ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്റെ സ്കിൽ എവിടെയാണ്, എന്റെ ടാലന്റ് എവിടെയാണ്, എന്റെ സ്ട്രെങ്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു അവസ്ഥ അത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഇട്ട് തരാം. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കുക എൻ്റെ സ്കിൽ ഏതാണ്. ഇനി ഓർഗനൈസേഷൻ ലീഡ് ചെയ്യുന്ന ആളാണ്, ടീം ലീഡ് ചെയ്യുന്ന ആളാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ ഏതെല്ലാം ടാലന്റുകളുടെ കോമ്പിനേഷനാണ് വേണ്ടത് മനസ്സിലാക്കി അതനുസരിച്ച് ടീമിനെ സെലക്ട് ചെയ്യുകയും ബിൽഡ് ചെയ്യുകയും ലീഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു വിജയകരമായ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫാക്ച്വൽ ആൻഡ് എക്സ്പീരിയൻസ് നോളജ് എന്ന് പറയുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഫാക്ച്വൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ പഠിച്ചെടുക്കുന്ന വായിച്ചെടുക്കുന്ന നോളജാണ്. എന്നാൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിലൂടെ വളർത്തിയെടുക്കുന്നതായിട്ടുള്ള നോളജാണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനും കൂടി ആവശ്യമുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലേൺഡ് സ്കില്ലും അതുപോലെ തന്നെ നാച്ചുറൽ ടാലന്റും. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം ഓർത്തിരിക്കുക. ഈ പുസ്തകത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നതിന് ഒറ്റ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പുസ്തകത്തിന് ഇവിടെ റിവ്യൂ ചെയ്യാൻ ആഗ്രഹിച്ചത്. നമ്മുടെ വീക്ക്നെസ്സിന്റെ പുറകെ പോകാതെ, നമ്മുടെ കഴിവുകേടുകളുടെ പുറകെ പോകാതെ, അപകർഷതാബോധത്തിൽ ജീവിക്കാതെ എനിക്ക് ശക്തി ഉണ്ടെന്നും ആ 5 ശക്തികളെ കണ്ടെത്തുകയും അതിനെ വളർത്തുകയും അതിലൂടെ വലിയൊരു വിജയം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. പലപ്പോഴും നമ്മുടെ ബലഹീനതകൾ നമ്മെ തളച്ചിടുന്നുണ്ടാകാം. ബലഹീനതകൾ നമ്മെ എപ്പോഴും മുന്നോട്ട് പോകാൻ തടഞ്ഞു നിർത്തുന്നുണ്ടാകാം. വീക്ക്നെസ് നന്നാക്കാൻ ശ്രമിച്ചാൽ ഈ ജീവിതകാലം മൊത്തം എടുക്കും. പക്ഷെ നിങ്ങളെ